ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ. ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു കല്യാണ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എൻ്റെ കസിൻ്റെ മാരേജ് ആയിരുന്നു. അപ്പോൾ ഫാമിലിയിൽ മൊത്തത്തിൽ എന്താ പറയുക കാത്തിരുന്ന ഒരു കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ കഴിഞ്ഞ ആഴ്ചയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇപ്പോൾ കാണിച്ചത് ബ്രൈഡാണ്. അപ്പോൾ ഞങ്ങൾ മെഹന്തി നൈറ്റ് രാത്രിയിൽ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇതവിടെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കൂടുതലായിട്ടുള്ള അങ്ങനെ എടുത്തിട്ടില്ല. എങ്കിൽ ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം എല്ലാ വീഡിയോകളും ഷൂട്ടാക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതവിടെ എത്തിയിട്ടുണ്ട്. ആളുകളൊക്കെ വന്ന് തുടങ്ങണതേ ഉള്ളൂ കേട്ടോ. നല്ല അടിച്ച് പൊളിച്ച് കലക്കി എടുത്തിട്ടുള്ള ഒരു കല്യാണം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയും നല്ലതുപോലെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷനും കൂടിയായിരുന്നു എല്ലാവരും കൂടിയിട്ട്. ഇത് നമ്മുടെ ഫാമിലിയിൽ ലാസ്റ്റത്തെ കല്യാണമായിരുന്നു കേട്ടോ. എന്താ പറയുക, എൻ്റെ ഉമ്മാൻ്റെ പേരക്കുട്ടികളുടെ കല്യാണത്തിൽ ലാസ്റ്റത്തെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിച്ച് പൊളിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു കല്യാണം കൂടിയായിരുന്നു. അൽഹംദുലില്ലാ. അങ്ങനെ എന്താ പറയുക മെഹന്തിക്ക് ഞങ്ങളെല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൂത്ത ബ്രദറാണ്. അപ്പം ഞങ്ങൾ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊന്നും ഞാനിപ്പോൾ ഇതിൽ കാണിക്കണില്ല. ഇൻഷാ അല്ലാ അത് വേറെ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഫഹദുട്ടിക്ക് പനി ഉണ്ടായിരുന്നു. തലേ ദിവസം തൊട്ട് ഭയങ്കര പനിയായിരുന്നു കേട്ടോ. അപ്പോൾ അവനിക്ക് അവിടെ ഭയങ്കര പാട്ടും ബഹളമൊക്കെ ആയതുകൊണ്ട് തന്നെ അവനിക്ക് തലവേദന എടുക്കണോ തീരെ വയ്യ. എന്നിട്ട് പിന്നെ അങ്ങനെ ഡോക്ടറിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കോട്ടയത്തെ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ അവനിക്ക് ഫുഡ് കൊടുക്കാനും കുട്ടികളൊക്കെ വിളിച്ചിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് അങ്ങനെ മരുന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അവനിക്ക് ഫുഡ് വേണ്ട പറഞ്ഞു. പിന്നെ അങ്ങനെ നിർബന്ധിച്ച് പിടിച്ച് വലിച്ചിരുത്തി അങ്ങനെ ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് നേരം മേലെ പോയി മേലെ ഇരുന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് അവിടെ നല്ല അടിപൊളി പാട്ടും കാര്യങ്ങളാണ്. അവനിക്ക് തലവേദന എടുക്കണു പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ താഴത്തേ വന്നു കേട്ടോ. കുറേ നേരം മേലെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വന്നതാണ്. ഭയങ്കര പാട്ടും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. ഒരു പ്രത്യേകതരം ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ കല്യാണത്തിന്. നല്ല അടിച്ച് പൊളിച്ചിട്ട് ചെയ്തിട്ടുള്ള കല്യാണമായിരുന്നു. അൽഹംദുലില്ലാ. അങ്ങനെ ഇതവിടെ പാട്ടും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ പിന്നെ മൈലാഞ്ചി വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ആ ടൈമിൽ ഞാൻ താഴെ വന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനിക്ക് വയ്യ പറഞ്ഞിട്ട് അങ്ങനെ താഴെ വന്ന് നിന്നുകൊണ്ട് പിന്നെ അതൊന്ന് ഷൂട്ട് ചെയ്യാനും മൈലാഞ്ചി വെക്കാനും ഒന്നിനും പറ്റിയിട്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവനെ താഴത്ത് നിർത്തിയിട്ട് ഞങ്ങളിതാ മേലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇക്കാൻ്റെ അടുത്ത് അവനെ ആക്കിയിട്ട് അങ്ങനെ മേലെ വന്നപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യുന്നു കേട്ടോ. നല്ല അടിച്ച് പൊളിച്ച് എല്ലാവരും നല്ലതുപോലെ എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കുമായിരുന്നു കേട്ടോ. പിന്നല്ലേ ഇതിൽ മ്യൂസിക്കൊന്നും ഞാനിതിൽ ഇടുന്നില്ല കേട്ടോ, ആഡാക്കിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ നല്ല പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കോപ്പിറൈറ്റ് ക്ലെയിം വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മ്യൂസിക്കൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ കല്യാണത്തിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വൈകിയിട്ട് എത്താനായിട്ട്. അപ്പോൾ ലേറ്റായിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ പിടിച്ച് ഒക്കെ വരുമ്പോഴത്തേനും നല്ലതുപോലെ ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഒരേ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഫംഗ്ഷൻ ഉള്ളത്. വീട് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഒരേ ഓഡിറ്റോറിയം തന്നെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ. ഇത് ചെറിയ ബ്രദറ്, ഇത് ബ്രദറിൻ്റെ വൈഫ്. അപ്പോൾ ഞങ്ങൾ 3 പേരും പച്ച കളർ ഡ്രസ്സാണ് കേട്ടോ. ഡ്രസ് കോഡ് പോലെ ഞങ്ങൾ 3 ആൾ മാത്രം പച്ച കളർ ഡ്രസ് കോഡാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ എല്ലാവരും കൂടി ഡ്രസ് കോഡ് എടുക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. മൊത്തത്തിൽ ലാസ്റ്റ് ടൈം എത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ 3 പേരും മാത്രം ഡ്രസ് കോഡ് എടുത്തു. അങ്ങനെ ഇതവിടെ നിക്കാഹ് പള്ളിയിൽ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഷൂട്ട് ചെയ്തതല്ല, കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ എടുത്തതായിരുന്നു. പിന്നെ കല്യാണത്തിന് നിക്കാഹൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന്
വന്നിട്ട് ഇതാ ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെഹർ അണിയാൻ വേണ്ടി വന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പോൾ ബ്രൈഡിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക് ഇതാണ് കേട്ടോ. കല്യാണത്തിൻ്റെ ലുക്ക് എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കണേ. It's feeling like a cold dog winning in the sun still behind the trees. Yeah. She asked me if I had another minute and I didn't have the heart to leave. Yeah. It's feeling like a cold dog winning in the sun still behind the trees. Yeah. She asked me if I had another minute and I didn't have the heart to leave. One day I'll be everything you will. അൽഹംദുലില്ലാ, അങ്ങനെ 9 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മാഷാ അല്ലാഹ് അവർ ഒന്നിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന കല്യാണം ലാസ്റ്റായിട്ടുള്ള കല്യാണമായിരുന്നു. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞു കേട്ടോ. അങ്ങനെ മെഹറണിയിലും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ആണ് കേട്ടോ. ഞങ്ങൾ മാത്രം നിന്ന് പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവരും ഫാമിലിയിൽ എല്ലാവരും ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം പിന്നെ ഞാൻ അതൊന്നും ഷൂട്ടാക്കാൻ നിന്നില്ല. ഭയങ്കര തിരക്കുണ്ടായിരുന്നു ഫുഡ് കഴിക്കണം അവിടെ. 2 കൂട്ടുകാരുടെയും കല്യാണം ആയതുകൊണ്ട് 2 പേരിൻ്റെയും ഒരു ഓഡിറ്റോറിയത്തിലായതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ വിശന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുട്ടികൾക്കും കൊടുത്ത് അങ്ങനെ കൈയോടെ ഞങ്ങളും കഴിച്ചു. പിന്നെ അപ്പോഴത്തേനും ഇതവിടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചെക്കൻ്റെ ഫാമിലിയിലത്തെ കലാപരിപാടികളായിരുന്നു കേട്ടോ. ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വിളിച്ചിട്ട് പോണ വീഡിയോ സത്യം പറഞ്ഞാൽ എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇതിപ്പോൾ കാണുന്നത് മറുവീടാണ് കേട്ടോ. നമ്മൾ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം എൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ മൊത്തത്തിൽ കരച്ചിലായിരുന്നു കേട്ടോ. ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്യണം വിചാരിച്ചതായിരുന്നു. എന്താണെന്നറിയില്ല, എനിക്ക് സത്യാവസ്ഥയിൽ അത് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഭയങ്കര കരച്ചിലും ഭയങ്കരമായിട്ട് സങ്കടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇറങ്ങി പോകുമ്പോൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതങ്ങനെ ഞങ്ങളിതാ
ഇതാ റിസപ്ഷന് വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അവൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ റിസപ്ഷൻ. പിന്നെ ഞങ്ങൾ ഇതാ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ വന്നിട്ടുണ്ട്. വീടിൻ്റെ കുറച്ച് അടുത്താണ് കേട്ടോ വീടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.